കുഞ്ഞിനെ കൊലപ്പെടുത്തി അലമാരയിൽ വെച്ച സംഭവം കേസ് പുത്തൻ വഴിത്തിരിവിലേക്ക്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്തൃ സഹോദരിയെന്ന് മാതാവിന്റെ മൊഴി. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി വീട്ടിനുള്ളിലെ അലമാരയിൽ വെച്ച സംഭവമാണ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാതാവിന്റെ അറസ്റ്റിനെ തുടർന്ന് പുത്തൻ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. അവിഹിത ഗർഭം മറച്ചുവെക്കുന്നതിനുവേണ്ടി മാതാവ് ജനിച്ച ഉടൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി വീട്ടിനുള്ളിലെ അലമാരയിൽ വെക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴ കൈതക്കാട് സിയാദ് മൻസിലിൽ ഷൈമയെ കഴിഞ്ഞ ദിവസം പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യവെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്തൃ സഹോദരിയായ സെറീനയാണെന്ന് പോലീസിന് മൊഴി നൽകിയത്. താൻ ഗർഭിണിയായിരുന്ന വിവരം സെറീനയ്ക്ക് അറിയാമായിരുന്നെന്നും വീട്ടിനുള്ളിലെ കുളിമുറിയിൽ പ്രസവിക്കാൻ സഹായിച്ചത് സെറീനയാണെന്നും പ്രസവശേഷം താൻ ബോധരഹിതയായെന്നും ബോധം തെളിയുമ്പോൾ ബെഡ്റൂമിലെ കിടക്കയ്ക്കരികിൽ സെറീന ഇരിക്കുന്നതും കുഞ്ഞു മരണപ്പെട്ട നിലയിൽ കിടക്കയിൽ കിടക്കുന്നതുമാണ് കണ്ടതെന്നും ഷൈമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തിയ വിവരം പുറം ലോകം അറിയാതിരിക്കാൻ ഇരുവരും ചേർന്ന് അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നും ഷൈമ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഷൈമയുടെ മൊഴിയെ തുടർന്നാണ് സെറീനയെ അറസ്റ്റ് ചെയ്തതെന്നും ഇരുവർക്കും കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ എസ് സജാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കുട്ടി മരണപ്പെട്ടുപോയ കുട്ടിയുടെ അമ്മയും പിന്നെ ഈ ഷൈമ എന്ന് പറയുന്ന സ്ത്രീ വീട്ടിൽ നടത്തുന്നു. ഇവർ രണ്ടുപേരെയും ഇൻവോൾവാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നവരെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായ ഇരുവരെയും സംഭവം നടന്ന കൈതക്കാട്ടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മരണപ്പെട്ട കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പെൺകുട്ടി ഇനിയും തയ്യാറാകാത്തത് ദുരൂഹതകൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.